ഇന്ന് ഐഹോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹോട്ടലിലാണ് നമ്മൾ പോകുന്നത്. പട്ടണക്കൽ മഹാകോട് നമ്മളിന്ന് കവർ ചെയ്യാൻ പോവാണ്. പുള്ളിനെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ കിട്ടിയതാണ്. പുള്ളി ഇവിടത്തേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾക്ക് ഇന്നലെ ബാദാമി മാത്രമല്ല പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നത്തേക്ക് നമ്മൾ ഐഹോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഡേ, ഇന്ന് രാവിലെ ഇപ്പം സമയം 10 മണി, 10 മണി തൊട്ട് വൈകുന്നേരം 6:30 വരെ പുള്ളി നമ്മളുടെ കൂടെ ഉണ്ടാവും. 1200 റേറ്റ് പറഞ്ഞത്. ഇത്രയും നേരം നമുക്ക് 2 ഭാഗത്തായിട്ട് ചോളത്തിന്റെ കൃഷി കാണാമായിരുന്നു. പിന്നെ ഈ റോഡ് സൈഡിൽ ഇവർ ഈ ചോളം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലോറി വന്നു അതൊടുക്കുന്നേ കാണാം. നമ്മളിപ്പോൾ ഐഹോൾ എത്തിയിരിക്കുകയാണ്. ഐഹോൾ ആക്ച്വലി ഈ ചാലുക്യ ഡൈനാസ്റ്റി അവരുടെ ഒരു എക്സ്പെരിമെൻ്റൽ സ്ഥലമായിരുന്നു അത്രേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെമ്പിൾസ് ഉണ്ടാക്കി പഠിക്കാനുള്ള പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇതിൻ്റെ അകത്തും പുറത്തുമായിട്ട് കുറേ ടെമ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം. പണ്ടത് വൈഷ്ണവ ടെമ്പിളാണ്, പിന്നെ അത് ഒരു ശൈവരുടെ ടെമ്പിളാക്കി മാറ്റി ഓരോന്നായിട്ട് കാണാം. ഇത് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. എല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ആണ് ഇരിക്കുന്നത്. അവർ പഠിക്കാൻ വേണ്ടി അവർ കുത്തിയിരുന്ന് ഉണ്ടാക്കിയതായിരുന്നു അത്ര. നല്ല വെയിലുണ്ട്. എന്നിട്ട് ഒരാൾക്ക് 25 രൂപ വെച്ചിട്ടാണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ 300 രൂപയുണ്ട്. പിന്നെ വീഡിയോ ക്യാമറ, ഫിസിക്കൽ ക്യാമറ ഒക്കെ ആണെങ്കിൽ എക്സ്ട്രാ നമ്മൾ കാശ് കൊടുക്കണം. അത് 25 രൂപ. ഫോൺ ക്യാമറ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് കാണുന്നത് ഐഹോളത്തെ ബുർഗ ടെമ്പിളാണ്. ബുർഗ ടെമ്പിൾ എന്ന് പേരാണെങ്കിലും ഇതിനെ ആക്ച്വലി നമ്മളുടെ ദേവി ദുർഗയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു പോർട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ദുർഗ ടെമ്പിൾ എന്ന് വന്നിരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. എന്തോ ഗജപ്രസ്ഥ ഷേപ്പിലാണ് ഇത് വരുന്നത്. നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ അവിടെ പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മധൂരമ്പലം ഏതാണ്ട് ഈ ഒരു ഷേപ്പിലാണുള്ളത്. ശിവ ടെമ്പിളിൽ നടത്തി. ഇത് പണ്ടത്തെ ചാലുക്യ ഡൈനാസ്റ്റിൻ്റെ കാലഘട്ടത്തിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്കായിട്ടാണ് ഈ ടെമ്പിളിനെ കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ടിപ്പിക്കൽ ടെമ്പിൾ സ്ട്രക്ചർ മാറി ഇതിൻ്റെ ആർക്കിടെക്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. യൂഷ്വൽ ചാലുക്യ ഡൈനാസ്റ്റി ടെമ്പിൾസിൻ്റെ ആർക്കിടെക്ചറിലല്ല ഇതുള്ളത്. ഇതൊരു 400 സംതിങ് AD ഇതുണ്ടാക്കിയേക്കുന്നത്. അവിടെ നിന്നാണ് ഇവരുടെ ആർക്കിടെക്ചറൽ ഡിസൈൻസ് മാറി തുടങ്ങിയത്. നമ്മളിപ്പോൾ പട്ടടക്കലെത്തി. ചെറിയൊരു ടൗൺ പോലെ ഉണ്ട്. പട്ടടക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കട. അവിടെ നിന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. ഇത് കാണുമ്പോൾ ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നും തോന്നത്തില്ല. ഇതിവിടെ ഡിസ്പ്ലേക്ക് ഇവർ ചോളത്തിൻ്റെ റൊട്ടിയാണെന്ന് അവർ പറഞ്ഞത്. ഇത് ഡിസ്പ്ലേക്ക് വെച്ചതാ. ഈ കട്ടിയല്ല, നമുക്ക് നല്ല സോഫ്റ്റ് റൊട്ടിയാണ്. ഒരു റൊട്ടി 4 കറികളും കൊണ്ടുവന്നു. അതിലൊന്ന് സാമ്പാറായിരുന്നു, ഒന്ന് പയറ് കറി,
പിന്നെ 2 ചമ്മന്തി പോലത്തെ സാധനങ്ങൾ. പിന്നെ എന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ടേബിളിലുള്ള ആൾക്കാർ വേറൊരു റൊട്ടി കഴിക്കുന്നുണ്ട്. ഈ സൈസല്ല, കുറച്ച് ചെറിയ സൈസുള്ള. അപ്പം ഓർഡർ ചെയ്ത് അതും ഒരു 2 വാങ്ങിച്ചു. അപ്പം അത് നെയ്യിൻ്റെ കൂടെ കൂട്ടി തിന്നണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. പിന്നെ എന്നിട്ട് അത് ഞങ്ങൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. പിന്നെ ഇതിന് ഞങ്ങൾ ഈ റൊട്ടിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ അവർ എക്സ്ട്രാ റൊട്ടി വേണമെന്ന് വെച്ചു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത കോഴ്സും കൊണ്ടുവന്നു. പിന്നെ ചോറും കറി രസം പോലത്തെ ടേസ്റ്റാണ്. കുറച്ചുകൂടെ നമ്മളുടെ രസമല്ല, വേറെ ടൈപ്പ് ടേസ്റ്റാണ്. കൊള്ളാം. ഏതല്ലേ ഇപ്പം നല്ലതാണ്. ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ചൂട് ഭക്ഷണമായിരുന്നു. പട്ടടക്കലും ഐഹോളും യുനെസ്കോ ഹെറിറ്റേജ് സെൻറ്റേഴ്സിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇങ്ങനെ നീറ്റായിട്ടിരിക്കും. ആക്ച്വലി ഇതിൻ്റെ ബൗണ്ടറിക്ക് പുറത്ത് ഭയങ്കര വൃത്തികേടാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡാണ്. ഗാർഡൻ ആയാലും കെട്ടിടങ്ങളായാലും എല്ലാം ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡാണ്. ഐഹോള് അവരുടെ ഒരു എക്സ്പെരിമെൻ്റൽ സെൻറ്റർ ആയിരുന്നെങ്കിൽ ഈ പട്ടടക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടാണ്. ഇവിടുത്തെ എല്ലാ ടെമ്പിൾസും ഭയങ്കര ഡീറ്റെയിൽഡും ഇതിൻ്റെ ഐഡിയാസും ഡീറ്റെയിലിങ്ങും ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള പോലെ നമുക്ക് തോന്നുന്നു. ഐഹോളിൽ കുറേ കൂടെ ഇംപെർഫെക്ഷൻസ് ആണ്. ഒരു ട്രയൽ ആൻഡ് എറർ നടത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഈ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇവിടെ മല്ലികാർജുന ക്ഷേത്രമുണ്ട്, ഗലഗന്ധ ക്ഷേത്രം, പിന്നെ സംഗമേശ്വര ക്ഷേത്രം, പിന്നെ ഹംപിയിലുള്ള പോലെ വിരുപക്ഷ ടെമ്പിൾ ഉണ്ട്. അങ്ങനെ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിളാണ്. പട്ടടക്കലിൻ്റെ മെയിൻ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പണ്ട് രാജാക്കന്മാർക്ക് കിരീടധാരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ടാണ് ചാലുക്യ ഡൈനാസ്റ്റിൻ്റെ എംപറർ വന്ന് അടുത്ത രാജാവിന് കിരീടം വെച്ചു കൊടുക്കുന്ന ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പട്ടടക്കൽ. ഇത് ഏറ്റവും ചെറിയ ടെമ്പിളാണ് ജംബുലിംഗ ക്ഷേത്രം. ഈ കാണുന്നതാണ് ഗൽഗണത ടെമ്പിൾ. ഇതും ഈസ്റ്റ് ഫേസിംഗ് ആണ്. നേരത്തെ നമ്മൾ കണ്ട ജംബുലിംഗ ക്ഷേത്രം പോലെ തന്നെ ഈസ്റ്റ് ഫേസിംഗ്. ആക്ച്വലി ഇതിൻ്റെ മുമ്പിലൊരു പുഴ വരുന്നു. അത് നമുക്ക് എവിടെന്നെങ്കിലും വ്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. ഇതാണ് പാപനാഥ ടെമ്പിൾ. ഇത് മറ്റേ കൂട്ടത്തിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണുള്ളത്. കുറച്ച് നടന്നു വരാനുണ്ട്. ഈ വഴി മൊത്തം നടന്നു വരണം. ഇവിടുത്തെ വിരുപക്ഷ ടെമ്പിളിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ സ്റ്റുഡൻറ്റ് ഡിസൈൻ ചെയ്ത അമ്പലമായിരുന്നു ഇത്. കാര്യം നോക്കാം. ആണ് വിരുപക്ഷ ടെമ്പിൾ. ഹംപിയിലും ഒരു വിരുപക്ഷ ടെമ്പിൾ ഉണ്ട്. ഇതൊക്കെ എല്ലാ അമ്പലത്തിനും നന്ദിയുടെ ഒരു ചെറിയൊരു ചിലതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോഴും പൂജ നടക്കുന്നുണ്ടായിരിക്കണം. ഇവിടെ ഒരു അടിപൊളി നന്ദിയുണ്ട് അവിടെ. നന്ദി ശിവനും തമ്മിലല്ല. നന്ദീൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്ന് പറയുന്നതിന് പിന്നിലുള്ള കഥ അറിയോ? പണ്ട് സതീദേവി മരിച്ച സമയത്ത് ശിവനാകെ ഡെസ്പായി. ശിവൻ മലേൻ്റെ മുകളിൽ നിന്ന് ഹിമാലയത്തിൻ്റെ താഴേക്ക് വരുന്നേയില്ല. അപ്പം ശിവൻ ഉണ്ടായിരുന്ന ആ ഒരു നാട്ടിൽ നിറച്ചും പ്രശ്നങ്ങൾ ഇതൊക്കെ വരുമല്ലോ. ശിവനായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് നടക്കാനുണ്ടായിരുന്നത്. ഇപ്പം ശിവൻ ഡെസ്പായി പോയല്ലോ. അപ്പം ആകെപ്പാടെ ആ മലയിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത് ശിവന് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് നന്ദീനോട് മാത്രമായിരുന്നു. അപ്പം ഈ നാട്ടുകാരെന്ത് പണി ചെയ്തു? നന്ദീൻ്റെ അടുത്ത് കാര്യം പറയും, നന്ദി അത് ശിവൻ്റെ അടുത്ത് എത്തിക്കും. അതാണ് നന്ദീൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ച് കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം വന്നത്. രാത്രിയാകുമ്പോൾ ഇതിന് ലൈറ്റ്സൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കിവിടെ അതിൻ്റെയൊക്കെ സെറ്റപ്പൊക്കെ കാണാം. 1600ഓളം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത പ്രതിമകളും ഇപ്പോഴത്തെ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത കൊത്തുപണിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാം.
ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയതാണ്. മഹാകൂട ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെയധികം സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമായിരുന്നു ഇത്. ഭക്തി ഒരു ബിസിനസ്സാക്കി മാറ്റിയിട്ടില്ലാത്ത ഈ അമ്പലത്തിലത്തെ ഒരു പൂജയായിരുന്നു ആരതി അർപ്പിക്കൽ.